നമസ്കാരം, കൂടെയിലേക്ക് സ്വാഗതം. CPM പോളിറ്റ് ബ്യൂറോ അംഗവും ആഭ്യന്തരമന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണനൊപ്പമാണ് ഇന്ന് കൂടെ. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ മറക്കാനാവാത്ത സമാനതകളില്ലാത്ത പേരാണ് സഖാവ് കേളു നമ്പ്യാരുടേത്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള വടകരയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനുള്ളത്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി P. സതീദേവിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ പ്രചരണ പരിപാടികളുടെ അജണ്ട നിശ്ചയിക്കുന്ന മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിനൊപ്പം കൂടെ ഒരു ദിവസത്തേക്ക്. മുന്നോട്ട് 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 സഖാക്കളേ മുന്നോട്ട് 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 തൊഴിലാളികളെ തൊഴിലാളികളെ മനസ്സിൽ വിപ്ലവ തിരകളിരമ്പിടും മലയാളികളെ മലയാളികളെ മുന്നോട്ട് 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 സഖാക്കളേ മുന്നോട്ട്. പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മാറ്റമാണ് ഇപ്പം കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്ന ഘട്ടത്തിലുള്ളതിനേക്കാൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രകടമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദേശീയ രാഷ്ട്രീയ സ്ഥിതി ഇടതുപക്ഷത്തിന് വളരെ അനുകൂലമാണ്. ഇത്തവണ മുൻകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇല്ലാത്ത വിധത്തിൽ ദേശീയ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാലഘട്ടം ഇതാദ്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ. കാരണം എല്ലാ കാലത്തും രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു മുഖ്യമായ പോരാട്ടമാണ് ഇന്ത്യയിൽ നടന്നു വന്നിരുന്നത്. ഇത്തവണ അത് മാറി ത്രികോണ മത്സരം ദേശീയ തലത്തിൽ നടക്കുന്ന ആദ്യത്തെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഫലമായി ഇടതുപക്ഷത്തിന് പങ്കാളിത്തമുള്ള ഒരു കേന്ദ്ര മന്ത്രിസഭ എന്നതാണ് ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നൊരു മുദ്രാവാക്യം. ഇടതു പാർട്ടികൾക്ക് അനുകൂലമായൊരു സാഹചര്യം സത്യ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടോ? കാര്യം ഇപ്പോൾ കേരളത്തിലെ സ്ഥിതിയും ബംഗാളിലെ സ്ഥിതിയും എടുത്താലും പാർട്ടി 2004 മെച്ചമായി ഒരു പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലേ. ബംഗാളിലെ സ്ഥിതി മോശമാണ്, കേരള സ്ഥിതി മോശമാണ് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഇവിടെ യാഥാർത്ഥ്യം അതല്ല എന്ന് ഇലക്ഷൻ തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ ഏതെങ്കിലും കാലത്തൊരു ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? 2004 ഇലക്ഷനിൽ ഇങ്ങനെ ഇടതുപക്ഷം ജയിക്കുമെന്ന് ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? അന്നത്തെ എക്സിറ്റ് പോൾ മുഴുവൻ ഇടതുപക്ഷത്തിനെതിരായിരുന്നില്ലേ? അപ്പോൾ ജനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. സംസ്ഥാനത്ത് പാർട്ടി സെൻറ്ററിൻ്റെ ഒരു വിലയിരുത്തൽ ഒരു മുന്നണിക്കും വ്യക്തമായൊരു മുൻതൂക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ UDFന് മുൻതൂക്കമുണ്ടെന്ന് CPMന് പറയാൻ പറ്റില്ല. അത് സമ്മതിക്കലല്ലേ? അത് പാർട്ടി സെൻറ്റർ അങ്ങനെ വിലയിരുത്തി നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നൊരു കഥയല്ലേ അത്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടേ ഇല്ല. സംസ്ഥാനത്ത് ഏതൊക്കെ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാന ചർച്ചാ വിഷയമായി പുറമേ സംസാരിക്കുന്നതല്ല, അണ്ടർ കറണ്ടായി ജനങ്ങൾക്കിടയിലുള്ള ഒരു വോട്ടറിനെ 16-ാം തീയതി സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അത് മാറ്റിവെച്ചാൽ സംസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ, അതിൽ സംസ്ഥാന സർക്കാരിന് എന്ത് പറയാൻ പറ്റും? സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറുമോ? തെരഞ്ഞെടുപ്പ് ഫലത്തെ CPM കാണുമോ? മുഖ്യമായും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ദേശീയ സ്ഥിതിഗതികളാണ് ഒരു വിഭാഗം വോട്ടർമാർ മുൻഗണന കൊടുക്കുന്നത്. എന്നാൽ എല്ലാ വോട്ടർമാരും അങ്ങനെയല്ല. അവരുടെ മനസ്സിൽ ദൈനംദിനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങൾ പോലും ചില വോട്ടർമാരെ സ്വാധീനിച്ചെന്ന് വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും 3 വർഷത്തെ LDF ഗവൺമെൻറ് പ്രവർത്തനങ്ങളും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തുന്നതിൽ ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരുവിധ വിഷമവുമില്ല. അങ്ങനെ വിലയിരുത്തി തന്നെ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളും പറയുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് 3 വർഷത്തിനിടയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു മന്ത്രിസഭയാണ് VSൻ്റെ മന്ത്രിസഭ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സംവിധായകരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും മോശമായൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പല കാര്യങ്ങളും ഞങ്ങളന്ന് ആലോചിച്ചപ്പോൾ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും ഞങ്ങളന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മോശമായി. സാമ്പത്തിക മാന്ദ്യം ലോകതലത്തിൽ പിടികൂടിയതിൻ്റെ ഫലമായി നികുതി വരുമാനം വർദ്ധിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് ഇന്ന് കേരളമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2200 കോടി രൂപയാണ് നികുതി വരുമാനത്തിൽ വർധനവുണ്ടായത്.
ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 24% വർധനവാണ്. ഈ വർഷം ട്രഷറിയിൽ ഈ 3 വർഷമായിട്ട് ട്രഷറിയിൽ സ്തംഭനം ഉണ്ടായിട്ടില്ല. ട്രഷറി പൂട്ടുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. ആ ചെക്ക് മാറിക്കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം മുമ്പത്തെ LDF ഭരണകാലത്ത് ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചതാണ്. അങ്ങനെ ഒരു ആക്ഷേപം ഇപ്പോൾ എവിടെയും ഉണ്ടായില്ലല്ലോ. ഈ കഴിഞ്ഞ മാർച്ച് 31-ന് 2500 കോടി രൂപയാണ് ഒറ്റ ദിവസം സാമ്പത്തിക വർഷം അവസാനം സർക്കാർ ട്രഷറിയിൽ നിന്ന് റിലീസ് ചെയ്തത്. ഇത് കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ്. ഇപ്പോൾ 2 രൂപയ്ക്ക് 1 കിലോ അരി കാർഡ് ഉടമസ്ഥന്മാർക്ക് BPL കാർഡ് ഉടമസ്ഥന്മാർക്ക് കൊടുക്കാനെടുത്ത തീരുമാനം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കാലത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 16-ാം തീയതി കഴിഞ്ഞാൽ അത് കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് ആ പദ്ധതി. അത് കേരളത്തിൽ കിട്ടുന്നത് BPL കുടുംബത്തിൽപ്പെട്ട 22 ലക്ഷമാർക്ക് മാത്രമല്ല, എല്ലാ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും കിട്ടും, എല്ലാ SC/ST കുടുംബങ്ങൾക്കും കിട്ടും. 26 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ 2 രൂപയ്ക്ക് 1 കിലോ അരി എന്നുള്ള സമ്പ്രദായം കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. പൊതുവിതരണ സമ്പ്രദായത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നൊരു മന്ത്രിസഭയാണ് LDFൻ്റെ മന്ത്രിസഭ എന്ന് ഇതുവഴി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളിൽ നിന്ന് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് പാവപ്പെട്ട ആളുകളിൽ ഇത് പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രധാനമാണ് ചുരുങ്ങിയ പെൻഷൻ 250 രൂപയായി നിശ്ചയിച്ചു. അത് 20 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ കിട്ടും. കർഷക തൊഴിലാളി പെൻഷൻ ഞങ്ങൾ വന്ന കാലത്ത് 100 രൂപയായിരുന്നു. ആദ്യത്തെ വർഷം 10 രൂപയാണ് കൂട്ടിയത്. പിന്നെ അത് 200 രൂപയാക്കി, ഇപ്പോൾ 250 രൂപയായി. ഇങ്ങനെ പെൻഷൻ കിട്ടുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവർക്ക് മുമ്പ് 80 രൂപ 100 രൂപയൊക്കെ കിട്ടിയ ആളുകൾക്ക് 250 രൂപയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പാവപ്പെട്ടവൻ 250 രൂപ 100 രൂപ കിട്ടുന്നവൻ 250 രൂപ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കുന്നൊരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ് എന്ന് അവർക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ അനുഭവം നോക്കിയാൽ ഞാൻ 4 സന്ദർഭങ്ങളിലായിട്ട് നിയമസഭയിൽ പ്രതിനിധീകരിച്ച് തലശ്ശേരി നിയോജക മണ്ഡലമാണ്. ആ നിയോജക മണ്ഡലത്തിലൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ദിനേശ് പീഡി തൊഴിലാളികൾ. ഞങ്ങളൊക്കെ എപ്പോഴും ദിനേശ് പീഡി കമ്പനിയിൽ വോട്ട് തേടി പോകുന്ന സന്ദർഭത്തിൽ അവർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, സഖാവേ ഞങ്ങളെപ്പോഴും നിങ്ങൾക്കിങ്ങനെ കുത്തുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ ബോധം കൊണ്ട് ഞങ്ങൾ വേറെ ആർക്കും വോട്ടൊന്നും കുത്തൂല, പക്ഷേ എന്നാലും ഞങ്ങളെ കാര്യം ഗവൺമെൻറ് പരിഗണിക്കും. ഞങ്ങൾക്ക് അന്നൊരു ഉത്തരവുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഞങ്ങൾ അതിനൊരു ഉത്തരം കൊടുത്തു. അവർ ഈ ദിനേശ് പീഡി എന്ന് പറയുന്നതും ബീഡി വിഭാഗം പല കാരണങ്ങളാൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം പുകവലി കുറഞ്ഞു, കോടതിയുടെ നിരോധനം വന്നു. അപ്പോൾ തൊഴിലാളികളുടേതല്ലാത്ത കാരണത്താൽ ജോലി നഷ്ടപ്പെടുന്നൊരു വിഭാഗമാണ് ദിനേശ് പീഡി തൊഴിലാളികൾ. അതുകൊണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രതിമാസം 500 രൂപ പെൻഷൻ ദിനേശ് പീഡി തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ചു. എന്നെ സംബന്ധിച്ച് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാനത് കാണുന്നു. താങ്കളുടെ വകുപ്പിനെ കുറിച്ച് തന്നെ തൃപ്തിയുണ്ടോ? ഈ 2.5 വർഷം കഴിയുമ്പോൾ പല സമയങ്ങളിൽ കോടതിയുടെ നേരിട്ടുള്ള ചില നിരീക്ഷണങ്ങളോ വിമർശനങ്ങളോ അതിനകത്തുണ്ടാകുന്നു. അതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമുണ്ട് എന്ന് CPM ആരോപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ? ഇവിടെ എന്താണ് ഇവിടുത്തെ സ്ഥിതി? പ്രത്യേകിച്ച് കണ്ണൂരിലെ ഇടക്കാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായപ്പോൾ നേരായി മരിക്കുന്നവർ അത് ദൈവത്തിൻ്റെ ഭാഗ്യമുള്ളവരാണ് എന്ന് വരെയൊക്കെ കോടതി പറയുന്നു. കഴിഞ്ഞ ദിവസവും ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു കോടതിയുടെ വക. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥിരമായി ചില പരാമർശങ്ങളോ വിമർശനങ്ങളോ ഉണ്ടാകുന്നത്? അങ്ങ് തൃപ്തനാണോ അങ്ങയുടെ വകുപ്പിൻ്റെ ഭരണത്തിൽ? കോടതിയുടെ നിരീക്ഷണം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇത്തരം കാര്യങ്ങൾ പൊതുവിൽ വിലയിരുത്തുന്ന ചില ഏജൻസികളുണ്ട്. അതൊന്ന് ഇന്ത്യ ഗവൺമെൻറ് കീഴിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോ ആണ്. ആ ഇൻ്റലിജൻസ് ബ്യൂറോ നടത്തിയ വിശകലനം കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയും ആഭ്യന്തരമന്ത്രിമാരുടെയും സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയിൽ പറയുന്നുണ്ട്. അതിൽ ഇന്ത്യയിലെ ബെസ്റ്റ് ലോ ആൻഡ് ഓർഡർ ഉള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് അവരവകാശപ്പെട്ടിട്ടുള്ളത്. ഈ മറ്റൊരു ഇന്ത്യ ടുഡേ വാരിക നടത്തിയിട്ടുള്ള അവലോകനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് ലോ ആൻഡ് ഓർഡറിന് കേരളത്തിന് അവാർഡാണ് ലഭിച്ചത്. ഇതുപോലെ തന്നെ CNN എന്ന് പറയുന്ന വാർത്താ ചാനൽ നടത്തിയ സർവേ, ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിനാണ് ലോ ആൻഡ് ഓർഡർ 1ാം സ്ഥാനം നൽകിയത്. അതേ സന്ദർഭത്തിൽ ഇപ്പോൾ ഭഗത്ത് ഒരു പ്രശ്നം വേറെ ഉന്നയിച്ചു, തീവ്രവാദ പ്രശ്നം. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ 3 വർഷക്കാലത്തിനിടയിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രത്യേക സംഭവം കേരളത്തിൽ നടന്നിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലുള്ള ഭീകരവാദ ആക്രമണങ്ങളോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാത്തൊരു സ്റ്റേറ്റാണ് കേരളം. എന്നാൽ അതേ സന്ദർഭത്തിൽ ജമ്മു കാശ്മീരിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 മലയാളികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ലഭ്യമായി. ആ അന്വേഷണം നടത്തിയത് കേരള പോലീസ് തന്നെ മുൻകൈ എടുത്ത് നടത്തിയൊരു അന്വേഷണമാണ്.
അങ്ങനെയാണ് ഈ മരണപ്പെട്ട ഒരാൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു ഫോൺ കണ്ണൂരിലേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി അയാളെ പോലീസ് പിടികൂടി. ആ പിടികൂടിയ ആൾ NDF-ൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. എടക്കാട് പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ അന്വേഷിച്ചപ്പോഴാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 ആളുകൾ പങ്കാളികളായിട്ടുണ്ട് എന്ന് കേരള പോലീസാണ് കണ്ടുപിടിച്ചത്. ഈ 22 ആളുകളിൽ 12 ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു, 4 ആളുകൾ മരണപ്പെട്ടു, ബാക്കിയുള്ള ആളുകൾ ഒളിവിലാണ്. അവരെ പിടികൂടാൻ വേണ്ടി പോലീസ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരള പോലീസിന്റെ മാത്രം അന്വേഷണ പരിധിയിൽ നിന്നാൽ മതിയോ? മറ്റേതെങ്കിലും ഏജൻസിയെ ഇത് അന്വേഷിപ്പിക്കേണ്ട ദേശീയ പ്രാധാന്യമുള്ളൊരു കേസല്ലേ ഇത്? അത് ദേശീയ തലത്തിലുള്ള ഇത്തരം കേസുകൾ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷിക്കാൻ നിയമപ്രകാരം സാധിക്കുമല്ലോ. ഇപ്പോൾ ഉണ്ടാക്കിയ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് സോമോട്ടോ കേസ് എടുക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഈ കേസ് അവർ ഏറ്റെടുക്കാത്തത്? അപ്പോൾ CBIക്ക് വേണമെങ്കിൽ ഈ കേസ് എടുക്കാമല്ലോ. ആ ജമ്മു കാശ്മീർ കേസ് എന്തുകൊണ്ട് CBI ഏറ്റെടുത്തില്ല? സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രപ്പോസൽ വേണ്ടേ? സംസ്ഥാന സർക്കാരിൻ്റെ ഇവിടെ നടന്ന സംഭവമല്ലല്ലോ. സംഭവം നടന്നത് ജമ്മു കാശ്മീരിലല്ലേ. സംഭവം നടന്ന സ്ഥലം അവിടെയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചില ആളുകൾ പങ്കാളികളായിട്ടുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ CRPCയിലെ പ്രത്യേകമായ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കേസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് സ്വമേധയാ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രൂപീകരിച്ച് ഇത്രയും മാസമായിട്ടും ഇതുപോലുള്ളൊരു കേസ് പോലും എടുക്കണം എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിക്ക് തോന്നാത്തത്? പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ സിമി പ്രവർത്തകർ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്ന സംശയമുള്ളപ്പോൾ സർക്കാർ അതിനെ ലാഘവത്തോടെ കാണുന്നുണ്ടോ? സർക്കാർ ലാഘവത്തോടെ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. വേണമെങ്കിൽ ആ കേസ് രജിസ്റ്റർ ചെയ്താന്ന് മുഴുവൻ ആളെയും സർക്കാരിന് ഇടപെട്ട് വിടാമായിരുന്നില്ല. സർക്കാർ അതിൽ ഇടപെട്ടതേ ഇല്ല. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ഈ സിമിക്കാരുടെ പ്രവർത്തനം ഇപ്പോൾ കേരളത്തിൽ ഇപ്പം മാത്രം നടക്കുന്നതാണോ? UDF ഭരിച്ച കാലത്ത് സിമിക്കാരുടെ പ്രവർത്തനം നടന്നിട്ടില്ലേ? അല്ല, അതിനൊരു അങ്ങനെ നമുക്കൊരു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ ചോദ്യത്തിന് സ്കോപ്പുണ്ടോ? കാര്യം കഴിഞ്ഞ ദിവസം AK ആന്റണി പറഞ്ഞത് ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ഇന്റലിജൻസ് വകുപ്പ് അയച്ചു കൊടുത്തിരുന്നല്ലോ ഇവിടുത്തെ തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ്. കേരളം എന്ത് ചെയ്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ. അതെ, ഈ ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിച്ചത് മിസ്റ്റർ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലീസിനകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ സ്ക്വാഡ് വേണ്ടെന്ന് വെച്ചത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അതിനുശേഷമാണ് ഈ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടിട്ടുള്ളത്. UDF ഗവൺമെൻറ് കാലത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ട് ഒരു അന്വേഷണവും പോലീസ് നടത്താറില്ല. LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ സ്ക്വാഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നായനാർ ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്ന സംവിധാനം പുനഃസ്ഥാപിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തതിനെ തുടർന്നാണ് സിമി പ്രവർത്തനം പോലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് സിമിക്കാർ എവിടെയൊക്കെ യോഗം ചേർന്നത് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് UDFന്റെ കാലത്ത് അതിന്റെ പ്രവർത്തനം മരവിപ്പിച്ചത്? UDFന്റെ കാലത്ത് അതിനെ നിയന്ത്രിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നല്ലോ. UDFന്റെ കാലത്ത് കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ കുത്തകയായിട്ട് അവകാശപ്പെട്ട് നടന്ന മുസ്ലിം ലീഗ് പറയുന്നതിനനുസരിച്ചല്ലാതെ പ്രവർത്തിക്കാൻ AK ആന്റണിക്ക് സാധിക്കുമായിരുന്നു. ലീഗിന് തീവ്രവാദ ബന്ധമുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ മാറാട് കടപ്പുറത്ത് ലഹള നടന്നത്. മുസ്ലിം ലീഗ് ഭരണത്തിലുള്ള കാലത്തിലെ മാറാട് കടപ്പുറത്ത് ലഹള നടന്നത്. ആ കലാപത്തിൽ NDF പൂർണ്ണമായി സൂത്രധാരൻ വഹിച്ചു എന്ന് ജോസഫ് തോമസ് കമ്മീഷൻ പറഞ്ഞില്ലേ? മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ചെയർമാൻ, UDFന്റെ ചെയർമാനായിട്ടുള്ളൊരു മായൻ ഹാജി ആ കലാപത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞില്ലേ? ആ മായൻ ഹാജിനെ ആ കേസിൽ പ്രതിയാക്കിയില്ലല്ലോ ആന്റണി. അപ്പോൾ അത്തരം കലാപം നടത്തിയ ആളുകൾക്കും തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആളുകൾക്കും പൂർണ്ണ സംരക്ഷണം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു മിസ്റ്റർ AK ആന്റണി. അതുകൊണ്ട് ആന്റണിയെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലൊരു പ്രശ്നം കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉന്നയിച്ചത് ശരിയല്ല. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം മിസ്റ്റർ AK ആന്റണി നടത്തിയെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. സംസ്ഥാനത്ത് തീവ്രവാദ പ്രവർത്തനം ഇത്രയധികം ശക്തിപ്പെടാൻ കാരണം ലീഗിന്റെ പ്രവർത്തനമുണ്ടോ? ലീഗിന്റെ സംരക്ഷണമുണ്ടോ? മുസ്ലിം ലീഗ് മുസ്ലിം വിഭാഗത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തെ എതിർക്കാൻ തയ്യാറാവുന്നില്ല. മുസ്ലിം ലീഗിനകത്തുള്ള ഒരു വിഭാഗം ഒരു ഘട്ടത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ഡോക്ടർ MK മുനീറിൻ്റെ നേതൃത്വത്തിൽ ഈ NDFന്റെ തീവ്രവാദ പ്രവർത്തനത്തിനെതിരായി പ്രചരണ ജാഥകളും മറ്റും സംഘടിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ NDF പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംരക്ഷണത്തിലാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ NDF RSS BJPയും തമ്മിലുള്ള ബന്ധം പോലെ ഇപ്പോൾ NDFും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം കേരളത്തിലായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പിന്നെ ഏത് സാഹചര്യത്തിലാണ് അങ്ങ് പറഞ്ഞത് സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയായി പോപ്പുലർ ഫ്രണ്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ താങ്കൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞത്? ഇതൊക്കെ അതും നിങ്ങളെ മാധ്യമങ്ങൾ കാണിച്ച ഒരു വിദ്യയല്ലേ? അത് എൻ്റെ ചോദ്യം എന്തായിരുന്നു അന്ന്? ജമ്മു കാശ്മീർ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം സംഘടനകളാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഇതാണ് ചോദ്യം.
ഈ ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ജമ്മു കാശ്മീർ സംഭവത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ലക്ഷറി തൊയ്ബ എന്ന് പറയുന്ന സംഘടനയാണ്. ആ ലക്ഷറി തൊയ്ബ കേരളത്തിൽ പല ആളുകളെയും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പല സംഘടനകളിലും പെട്ട ആളുകളുണ്ടാകാം. പക്ഷെ ഒരു സംഘടന അതിൽ പങ്കാളിയായി എന്നുള്ളൊരു വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഉത്തരം. ഉടനെ എല്ലാവരും അടിച്ചല്ലേ NDF ഇതിൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? NDFനെ വെള്ളം പൂശേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിലർക്കൊരു ആവശ്യമാണ്. അതിന് ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചു. പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് സംസ്ഥാനത്ത് നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി പോപ്പുലർ ഫ്രണ്ട്, അതായത് പഴയ NDF ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ അത് അല്ല, അദ്ദേഹം പറഞ്ഞതിന് കാരണം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത ആൾ NDFന്റെ നേതാവാണ് കണ്ണൂരിൽ. ഈ അവിടെ പോയിട്ടുള്ള അറസ്റ്റ് ആ സംഭവത്തിൻ്റെ പേരിൽ ഫസ്റ്റ് അറസ്റ്റ് NDFന്റെ നേതാവാണ് കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ പാർട്ടികൾ മറ്റൊരു പാർട്ടി വിശകലനം ചെയ്യും. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു സംഘടന ഇൻവോൾവായി, സംഘടനാ പ്രവർത്തകന്മാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. NDFകാരായിട്ടുള്ള പലരും ആ കേസിൽ പ്രതികളാണ്. PDPക്കാർ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടില്ല. പഴയ PDPക്കാരായിട്ടുള്ള ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരിപ്പോൾ PDP ആയിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് PDPക്കാരായിരുന്ന ആളുകൾ പലരും ഇപ്പോൾ NDFലുണ്ട്. മുമ്പ് PDPക്കാരായിരുന്ന ആളുകൾ ഇപ്പം മറ്റു പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴവർക്ക് PDPയുമായിട്ടൊരു ബന്ധവും ഉള്ളതായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് ഇപ്പം ഇതുവരെ കിട്ടിക്കഴിഞ്ഞിട്ട്. ഏറ്റവും പുതിയ ആ സ്റ്റേറ്റ്മെന്റിലും ചില മൊഴികളിലും മദനിയുടെ പേരും അവരുമായി